കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്യണ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2 ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. 2 ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു 1/2 kg വേറെ കേക്കും ഉണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രീം കേക്ക് നമുക്ക് ആദ്യം തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേഗം സ്പഞ്ചൊക്കെ റെഡിയാക്കി ക്രീമൊക്കെ വെച്ച് കുറേ സമയം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റും നട്ട്സും കൂടെയുള്ള മിക്സ് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, വന്നിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ ചക്കയൊക്കെ വെട്ടിക്കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ചക്ക കിട്ടിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബാങ്കിൽ പൈസ അടിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ ആയിട്ടില്ലാത്തതുകൊണ്ട് ATM കയറി പൈസ എടുത്ത് അതൊക്കെ അടച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കേക്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് അത് കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഐശുവിനെ മദ്രസ കൊണ്ടുവിടാൻ പോകുന്ന ടൈമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ചോക്ലേറ്റൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ഡ്രീം കേക്ക് ചെയ്യണ സമയത്ത് ചോക്ലേറ്റൊന്നും ഇതേപോലെ നല്ല നൈസായിട്ട് മെൽറ്റായി ഇത്രയും സ്മൂത്തായിട്ട് കേക്കിൻ്റെ മുകളിലോട്ടൊന്നും എനിക്ക് ഒഴിക്കാൻ പറ്റാറില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ആ ഒരു ചോക്ലേറ്റ് ഒഴിക്കണം എന്നുള്ള ഒരു പേരിൽ എങ്ങനെയെങ്കിലും തട്ടി കൂട്ടി കൊടുത്തുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എന്തായാലും ടേസ്റ്റ് ഡ്രീം കേക്കിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ടെക്സ്ചർ നമുക്ക് കംപ്ലീറ്റ് ഫിനിഷായി കിട്ടിയില്ലെങ്കിലും ഇപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലെയറായിട്ട് ആ ഒരു കൊക്കോ പൗഡർ ഇടണം എന്നുള്ളത് ഡ്രീം കേക്കിൻ്റെ നിയമമാണല്ലോ. സത്യം പറഞ്ഞാൽ ആ സാധനത്തിന് ഭയങ്കര കയ്പ്പാണ്. പിന്നെ നമ്മളത് മാത്രം തോണ്ടി കഴിക്കില്ലല്ലോ, ഒരുമിച്ച് നമ്മൾ ഓരോ ബൈറ്റ് എടുത്ത് കഴിക്കണതുകൊണ്ട് അറിയില്ല. പിന്നെ ഡ്രീം കേക്കിൻ്റെ ഒരു നിയമം പോലെ ആയിപ്പോയി കൊക്കോ പൗഡർ മുകളിൽ വിതറാന്നുള്ളത്. അങ്ങനെ നമ്മളായിട്ട് ആ നിയമം തെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ആ കേക്ക് നമ്മൾ സ്പൂണൊക്കെ 2 സ്പൂണൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്ത് ആ കേക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അതിൻ്റെ ലോഗോ കഴിഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ കുറേ പേര് കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കേക്കിൻ്റെ ലോഗോ ഇല്ലേ, സ്പൂൺ മാത്രം വെച്ചാലോ തന്നത് എന്നൊക്കെ. പക്ഷേ എന്താ ടൈം കിട്ടാറില്ല ഒരിക്കലും ലോഗോ സെറ്റ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കാനൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർ സ്കൂളിൽ PTA ജനറൽ ബോഡി ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു മാസം സ്കൂളിൽ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് തന്നെ LKGയിലെ കുറേ സ്റ്റുഡൻസ് നോക്കി ടാറ്റ ഇറണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ടാറ്റ കൊടുത്ത് മടുത്തു. കാരണം അവരിങ്ങനെ ഓരോരുത്തർ മാറി മാറി വിളിച്ചുകൊണ്ട് ഒന്ന് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വന്നിട്ട് അച്ചാർ റെഡിയാക്കാനുണ്ടായിരുന്നു. അച്ചാറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അച്ചാർ സൈഡിലില്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തു. വെണ്ടയ്ക്ക വറുത്തരച്ച കറി ഉണ്ടായിരുന്നു, കുറച്ച് ചക്കക്കുരു വഴുത്തിയത് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ കൊടുത്ത് നമ്മൾ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഡ്രീം കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് ഒഴിക്കണം മാത്രമേ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അതും ചെയ്ത് അതിലും കൊക്കോ പൗഡറൊക്കെ ഇട്ട് അതും നമ്മൾ കേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുക്കാനുണ്ടായിരുന്നു നമുക്കൊരു 1/2 kg വാനില കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ഫിനിഷിങ്ങും ചെയ്ത് അവർ എഴുതാൻ പറഞ്ഞ പോലെ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് ആ കേക്കും കംപ്ലീറ്റ് ആക്കി അത് കസ്റ്റമർ വീട്ടിലൊന്ന് എടുത്തു. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്